ഓരോ പ്രശ്നങ്ങൾ കളിയായിട്ട് കൂട്ടിക്കൊഴിച്ചാൽ പിന്നെ എങ്ങനെയാ? ഒന്നാമത് എനിക്ക് മടുത്തു, അതാണ്. അത് നിന്റെ തോന്നല. എല്ലാവരും കൂട്ട് തട്ടിക്കളിക്കാനുള്ള ഒരു പൊട്ട ജന്മമാണ് എൻ്റേത്. ഇവിടെ ചെന്നാലും ആട്ടും തുപ്പു പറ്റരുത് എനിക്ക്. എന്താ തമ്പുരു, തെറ്റ് പറ്റാത്ത മനുഷ്യരുണ്ടോ? നീ മനഃപൂർവ്വം കുമ്പം താഴേട്ടതൊന്നും അല്ലല്ലോ. വീട് അത് കഴിഞ്ഞില്ലേ? നിനക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറ, നമുക്ക് വേറെ വീട് അന്വേഷിക്കാം. ഇല്ലെങ്കിൽ എൻ്റെ കൂടെ പോരെയെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. വയസ്സായൊരു അച്ഛൻ മാത്രമല്ലേ വീട്ടിലുള്ളൂ. കുന്നിലെ കളി കൂടി ഒന്ന് കഴിയട്ടെ, ഒക്കെ കൂടി ഒന്നിച്ച് അന്ന് തരാം. കുന്നിലെ കളിക്ക് ഞാൻ ഉണ്ടാവില്ല, എനിക്ക് നോമ്പുണ്ട്, താലപ്പൊലി എടുക്കണം. അപ്പൊ നിനക്ക് വേറെ ആര് കളിക്കും? നിന്നെ കൂടി കണ്ടിട്ടല്ലേ കളിയാച്ചത്. എനിക്ക് വയ്യണ്ണ, മടുത്തു, മതിയായി ജീവിതം. എങ്കിൽ പിന്നെ എന്തിനാണ് നോമ്പ് താലപ്പൊലിയൊക്കെ? പോയി കെട്ടി തൂങ്ങി ചാവ്, അല്ലെങ്കിൽ പോയി ട്രെയിനിൽ തലവെക്കി. ഒരു കാര്യം ഞാൻ പറയാം, കൂട്ടത്തിൽ ആള് തികഞ്ഞിട്ട് പുറത്തുനിന്ന് ചോദിച്ച പണം കൊടുത്തിട്ടാണ് ആളെ കൊണ്ടുവരുന്നത്. ഏറ്റ കളിക്കെങ്ങനെ വരാതിരുന്നാൽ പിന്നെ ജന്മത്തിൽ കളിക്കില്ല, ഓർത്തോ. സമയം നിന്ന് എന്തീ പോണത്? എന്തീ പോണെന്ന്? പെട്ടെന്നുണ്ടായ കല്യാണമാണേ. കല്യാണം ശരിയാവലൊക്കെ ഒരു യോഗം അല്ലേ വെങ്കിടിയെ? ഇവിടെ ഏതെങ്കിലും തെണ്ടിയോളെ പെട്ടിരുന്നെങ്കിലേ. ഓ, ഇതേതായാലും നന്നായി. ചെക്കൻ കാണാൻ ഗുണമില്ലെങ്കിലും പൂച്ചക്കാശ് അത്ര. യോഗം യോഗം. രണ്ട് പനെടുത്തു. ഓ, ആദ്യം ഒന്നി തുടങ്ങ്. അതാ ഒരു വാട്ടം. ഓ പോവാൻ പറ പള്ളിയോട്. അയാളെന്താ നിന്നെ ഞെക്കി കൊല്ലു? ഞെക്കിക്കൊല്ല, ഇതെന്താ കോഴിയാ?
എടാ കുമ്പങ്ങളി ഇല്ലെങ്കിൽ വേറെ ജോലി കണ്ടുപിടിക്കണം. എടാ തമ്പുരോ അനക്ക് പറ്റുച്ച പോയാ മതി. ആരെങ്കിലും ഇവിടെ നിർബന്ധിക്കണ്ട. ഓൻ എന്താ ചെയ്യട്ടെ. ഓരോരുത്തർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ജീവിതമുണ്ട്. അതിന്റെ മേൽ കുതിര കയറാൻ ആരെ അനുവദിക്കാൻ പാടില്ല. അതാണ് എന്റെ പോളിസി. ആ പോളിസി നീ കയ്യിൽ വെക്കി. തത്വം പറച്ചിലല്ല ജീവിതം. മാസങ്ങളായി നമ്മൾ രണ്ടാളും ഈ വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ടല്ലേ? ഈ പെണ്ണ് വന്നു കയറി അന്ന് മുതൽ നീ എന്നോട് സ്നേഹത്തോടെ ഒരു വാക്ക്, സ്നേഹത്തോടെ ഒരു നോട്ടം ഉണ്ടായിട്ടുണ്ടോ? പന്ത് തട്ടുന്ന പോലെ തട്ടി കളിക്കരുതില്ലേ നിങ്ങൾ രണ്ടാളും? അതൊരു കുതിരകയറ്റം തന്നെയാണ്. അങ്ങനെയുള്ള നിനക്ക് തത്വം പറയാനുള്ള യോഗ്യതയില്ല, യോഗ്യതയില്ല. തത്വം പറയണത് വളരെ കറക്റ്റാ. ഇവനിനി കള്ളു കൊടുക്കണ്ട. മറ്റുള്ളവര് ബോധം പോവാനാ കള്ളു കൊടുക്കുന്നത്. ഇവന് ബുദ്ധി തെളിഞ്ഞു വന്നത് കള്ളു കുടിക്കുമ്പോളാ. 13 കൊല്ലമായി ഞാൻ പണലിപ്പന്റെ കീഴില്. കുന്നിലെ ഒരു കളിക്ക് ചെന്നില്ലെങ്കിൽ അയാൾ എന്നെ പിരിച്ചുവിടുന്നത്. പിരിച്ചുവിട്ടാ ജീവിക്കണ്ടേ എനിക്ക്? ചാവുന്നത് വരെ ജീവിക്കണ്ടേന്ന്. അതെന്താ സമാനം പറയുന്നത്? മതി മതി, എഴുന്നേറ്റ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനിനി വീട്ടിലേക്കില്ല. അതിനാരും എന്നെ നിർബന്ധിക്കണ്ട. ഒരാൾക്ക് ഭൂമിയോളം താഴാം, പാതാളത്തോളം താഴാം. അവിടെ എങ്ങനെ പോവും? ഇനി ആരും എന്നെ നോക്കണ്ട. ഞാൻ എവിടേക്കും പോവും, എവിടേക്കും പോവും. ഞാൻ ഈ വീട്ടിലേക്കില്ല. ഞാൻ ഈ വീട്ടിലേക്കേ ഇല്ല. ഇപ്പൊ നീ തൽക്കാലം അകത്തേക്ക് പോ. ഞാൻ ഇവിടെ കിടക്കും. ഞാൻ ഈ മുറ്റത്ത് കിടക്കും. ഇനി മുതൽ എനിക്ക് ഇവിടെയാണ് സ്ഥലം. നീ അവളും കൂടെ അകത്ത് പോയി കിടന്നോ. വീട്ടുകാവലൊരു പട്ടിയെ വേണമെന്ന് നീ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അതെ, എന്നെ പുറത്താക്കാൻ വേണ്ടിയാണ് നീ പട്ടിയെ വാങ്ങിക്കുന്നതെങ്കിൽ നീ ഇനി പട്ടിയെ വാങ്ങിക്കണ്ട. ഞാൻ അസലായിട്ട് വരയ്ക്കും. ഒരു പട്ടിയുടെ വിലയെങ്കിലും നീ എനിക്ക് തന്നാ മതി. ഇവനെ ഞാനിത് പിടിച്ചു മാറ്റി. കുടിക്കാത്തവനെ കള്ളം കുടിപ്പിച്ച് തല്ലുകയും ചെയ്തിട്ട് എല്ലാത്തിനും ഒരു കണക്കുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. വാങ്ങട്. സ്വയം വില കളയാനായി ഇറങ്ങി പുറപ്പെട്ട ഇങ്ങനൊക്കെ തന്നെയാ. ഇമാതിരി കോമാളി തരത്തിന് കൂട്ടു നിന്നിട്ടല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? കുറ്റം കുറവില്ലാത്ത മനുഷ്യരുണ്ടോ? ഒരാളെ ഇട്ടിങ്ങനെ കൊരങ്ങളിപ്പിക്ക. എല്ലാരും അവനവന്റെ സന്തോഷത്തിന് വേണ്ടി തന്നെയാ ജീവിക്കുന്നത്. അയാൾക്ക് മാത്രം അതെല്ലാം പാടില്ലെന്നുണ്ടോ? അയാൾക്ക് എന്താ ഈ ഭൂമി ജീവിക്കാനുള്ള അവകാശമില്ലേ? സ്വന്തം ജീവിതം ഇങ്ങനെ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനായി എറിഞ്ഞു കൊടുക്കരുത്. എണീക്ക്, വാ, നടക്ക്. മാറ്. വെങ്കിടെ പണി പാളിട്ടാ അവള് കാല് മാറി. വെളുക്കാൻ തേച്ചത് പാണ്ടായി. പാണ്ടാവോ? പാണ്ടായി. അതെ, ചായല്ലേ ഇവിടെ? രണ്ടുപേരും ഇവിടെ ഉണ്ടായിട്ട് എന്തോലെ തന്നിറക്കണോ? അതെ, ചായ ഒന്നും ഇല്ല ഇവിടെ. ചായ ഒന്നുമില്ലെന്ന്. ചായപ്പൊടി മനസ്സാര അകത്തുണ്ട്, വേണമെങ്കിൽ ഇട്ട് കുടിച്ചോ. ഞങ്ങളെ അത്യാവശ്യം പുറത്തു പോയിട്ട് വരാം. നീ വടിമാലേ വരട്ടെ. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തൊക്കെ പഠിക്കട്ടെ. അതന്നെ അല്ലേ? അല്ലാണ്ട് നമ്മൾ ഏത് കാലത്തുണ്ടാവും? തെറിപ്പിക്കല്ലേ. ഞാൻ ഉണ്ടാക്കിയത്രയൊന്നും നന്നാവില്ല. ഹലോ, അതെ, എനിക്കൊന്നുമില്ല തിന്നാൻ. വിശക്കുന്നെങ്കിൽ എടുത്ത് കഴിച്ചോ, അവിടെ ഇരിക്കുന്നുണ്ട്. എന്ത് പച്ചപ്പപ്പടോ? ഇത് പൊരിച്ച പപ്പട.
വേഗം നടക്ക. ആ, ഇപ്പൊ നിന്റെ നാണൊക്കെ മാറിയോ? അല്ലെങ്കിൽ നീ ഭയങ്കര നാണക്കാരനായിരുന്നല്ലോ. നീ മാജിക് പഠിച്ചിട്ടുണ്ടോ? ആളെ മാറ്റുന്ന മാജിക്. ഞാൻ ആളാകെ മാറിപ്പോയടോ. കണ്ടാ തോന്നുന്നില്ലേ? പിന്നില്ലേ? നീ ഭയങ്കര സാധനോ. നല്ല രസമുണ്ട്. നന്നായില്ലേ? നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടം തോന്നുന്ന ആൾക്കാർക്കൊക്കെ എന്നോട് ദേഷ്യ. കണ്ടെടുത്താ കണ്ടുകൂടാ. പക്ഷെ എനിക്കിഷ്ടാണല്ലോ. ശരിക്കും ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ല ഇങ്ങനെ ഒരു താലപ്പൊലിയെ കുറിച്ച്. ഞാൻ എല്ലാ കൊല്ലം പോവും. എന്തുമാത്രം ആണുങ്ങളാ പെണ്ണുങ്ങളായി ചമഞ്ഞൊരുങ്ങി വരുന്നതെന്ന് അറിയോ ഈ താലെടുപ്പിന്? നീയും മടി, നമുക്ക് ഒരുമിച്ച് പോവാം. ഏയ് ഞാനൊന്നുമില്ല. പെണ്ണുങ്ങൾ തോറ്റുപോകും. വേണമെങ്കിൽ വന്ന് കണ്ടു നോക്ക്.